ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈ വ്ളോഗ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നൊരു പായസം ആയാലോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ കരുതി പായസം ഒന്നും ഉണ്ടാക്കാമെന്ന്. ഒരു ചെറിയ പാക്കറ്റ് പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ ഇത്. വെർമസല്ലിയുടെയാണ് പായസം മിക്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അധികം പേരൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് തന്നെ ധാരാളം. അങ്ങനെ ആ ഒരു കുഞ്ഞു പാക്കറ്റ് ഞാൻ ഒന്ന് പൊട്ടിച്ചിടുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ടേ. വേറൊന്നും അല്ല കേട്ടോ, പായസം മിക്സ് പൊട്ടിച്ചിട്ടപ്പോൾ ഇതിൽ ചവ്വരിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഉണ്ടായിരുന്നത് കുറച്ചധികം പഞ്ചസാര കേട്ടോ. ഒരുപാട് പഞ്ചസാര ഉണ്ടായിരുന്നു. പിന്നെ 2-3 നട്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏലക്ക കാര്യങ്ങളൊന്നും ഇല്ല. മുമ്പ് ഞാൻ ഒരു പായസം മിക്സ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാൽ ഒഴിച്ച് അതിട്ട് തിളപ്പിച്ചെടുക്കാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ആ ഒരു ഊഹം വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊട്ടിച്ചിട്ടപ്പോൾ ഇതായിരുന്നു അവസ്ഥ. പിന്നെ എന്ത് ചെയ്യാൻ, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ചവ്വരി ഇല്ലാണ്ട് തന്നെ ഞാൻ വേവിച്ച് എടുത്തു. എന്തായാലും പായസം വയ്ക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ, അപ്പോൾ എന്തായാലും ഉള്ളത് കണക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു കാട്ടിക്കൂട്ടൽ പായസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം തന്നെ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കവർ പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഈ 2 കവർ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മസാല ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പാല് തിളപ്പിക്കുക, മിക്സ് അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാല് പൊങ്ങി കളയാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇവിടെ കാര്യം പെട്ടെന്ന് തീരും കേട്ടോ. അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ വേറൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് തന്നെ വാങ്ങിയത്. അപ്പോൾ ഞാനിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാലൊഴിച്ചിട്ട് അതിലേക്ക് ഈ മിക്സും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കൽ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി പാലൊന്ന് തിളയ്ക്കാറായപ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പൊങ്ങി കളയത്തില്ലേ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചും കൂടെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വരുന്നുണ്ടേ. നമ്മുടെ വെർമസല്ലി പാലിക്കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ചവ്വരി ഇല്ലാത്തതുകൊണ്ട് അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചവ്വരി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പാലക്ക് കിടന്ന് കുറുകി വന്നിരുന്നു. ഇതിപ്പോൾ പാല് തിളപ്പിച്ച് അതിലോട്ട് വെർമസല്ലി ഇട്ട പോലെയായിട്ട് കിടക്കുന്നത്. പിന്നെ വേറൊരു പണിയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏലക്കപ്പൊടിയൊന്നും ചേർത്തില്ല കേട്ടോ. അത് ഞാൻ മറന്നു പോയതാണ്. ഏലക്കപ്പൊടി മുമ്പേ എടുത്ത് വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെപ്രാളത്തിൽ ചെയ്തപ്പോൾ ഏലക്ക ഇടാനായിട്ട് മറന്നുപോയി. അപ്പം വെറുതെ പാല് തിളപ്പിച്ച് അതിൽ മസാല ഇട്ട് കുടിക്കുന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാനൊന്നും കൂടി പായസം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വെർമസല്ലി ഞാനൊന്ന് കോരി നോക്കിയിട്ട് വെന്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചട്ടി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് അതാണ് കേട്ടോ ചെയ്യാൻ പോണത്. ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഒത്തിരി കൂടിപ്പോയാന്നൊരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. 2 പ്രാവശ്യം ഇട്ടപ്പോൾ എനിക്കൊത്തിരി കൂടിപ്പോയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നെയ്യുടെ ആ ഒരു ചുവ നന്നായിട്ട് എടുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് പാളിപ്പോയ പായസം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മഴയൊക്കെ അല്ലേ, ചുമ്മാ ഇരുന്ന് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനും അതൊരു രസമാണല്ലോ. നെയ്യ് നല്ല കട്ടിക്കായിരുന്നു കേട്ടോ ഇരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല മെൽറ്റായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. പിന്നെ കശുവണ്ടി പരിപ്പ് ഞാൻ വാങ്ങിച്ചപ്പോൾ അത് പൊളന്നതല്ലായിരുന്നു കേട്ടോ. അതായത് മുഴുവൻ പീസായിട്ടാണ് കേട്ടോ കിടന്നിരുന്നത്. അപ്പം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുറിഞ്ഞ് വരാൻ പാടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് പിന്നെ നന്നായിട്ട് നെയ്യിലോട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടും ചെറിയും കൂടെ ഞാൻ 2ആയിട്ട് പൊളന്നൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആയി കേട്ടോ. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി. കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം അതേ പായസം കണ്ടോ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് കുറുകി ഇരിപ്പുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട് കേട്ടോ. വായിന്നൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പം അതേ ഞാൻ നെയ്യിലോട്ടിട്ട് വഴറ്റിയെടുത്ത സംഭവങ്ങളെല്ലാം ഇതിലോട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ പായസം നല്ല സെറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പം ദേ ഇന്നത്തെ നമ്മുടെ പാളിപ്പോയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാളിയെന്ന് തന്നെ പറയാം. ചവ്വരിയും ഏലക്കയും ഒന്നും ഇടാത്തതിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഒരു കുറവ് വരുന്നുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ ഏലക്കയൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരത്തില്ലേ ഏലക്കയുടെ. അപ്പോൾ അതൊക്കെ ഒരുപാട് മിസ്സായി കേട്ടോ. പിന്നെ ചവ്വരി വാങ്ങാൻ പോകാൻ പറ്റാണ്ടിരുന്നതാണ് കേട്ടോ. ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല കടയിൽ പോയി വാങ്ങാനായിട്ടും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് ഇല്ലെന്നൊക്കെ ഒന്ന് അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ
നമ്മൾ വെർമസല്ലി വയ്ക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകുമല്ലേ. ഇത് നല്ലതായിട്ട് ഒരു ടെക്സ്ചറിലിരിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കഴിക്കാൻ ചൂടോടെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനും നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ അപ്പുറത്തും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. എടുക്കുക കഴിക്കുക ആ ഒരു ഇതായിരുന്നു. പിന്നെ കുഞ്ഞിനും കുറച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.